ബ്രിട്ടനിൽ ഇപ്പോൾ വേനൽക്കാലത്തിന്റെ അവസാന നാളുകളാണ്. ഒരു മാസം കൂടി കഴിയുമ്പോൾ മഞ്ഞുകാലം ആരംഭിക്കും. അതിനു മുമ്പ് ഈ നാടിന്റെ പരമാവധി കാഴ്ചകളിലേക്ക് സഞ്ചരിക്കുവാനാണ് ശ്രമിക്കുന്നത്. സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ചുണ്ണാമ്പ് മലയായ ബീച്ച് ഹെഡും 7 സിസ്റ്റേഴ്സ് മലനിരകളും അവിടുത്തെ ദൃശ്യങ്ങളും ചരിത്രവും തേടിയുള്ള ഒരു ബസ് യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഈസ്റ്റ് ബോൺ സൈറ്റ് സീയിങ് ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എല്ലാ വർഷവും മാർച്ച് അവസാനം മുതൽ സെപ്റ്റംബർ അവസാനം വരെ ഈ ബസ് സർവീസിലുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി സഞ്ചാരികളാണ് ഈ സമയത്ത് ഇവിടേക്ക് എത്തുന്നത്. ഈസ്റ്റ് ബോൺ പിയറിൽ നിന്നും പുറപ്പെട്ട് ബാൻഡ് സ്റ്റാൻഡ്, ലൈഫ് ബോട്ട് മ്യൂസിയം, ഗ്രാൻഡ് ഹോട്ടൽ, ഇറ്റാലിയൻ ഗാർഡൻസ്, ബീച്ച് ഹെഡ്, ബെല്ലോ ടൗട്ട്, ബെർലിൻ ഗ്യാപ്പ്, 7 സിസ്റ്റേഴ്സ്, ഈസ്റ്റ് ഡീൻ, ഗിൽബേർട്സ് ഡ്രൈവ് വഴി ഈസ്റ്റ് ബോണിലെത്തുന്ന ടൂറാണിത്. 10 പൗണ്ട് ടിക്കറ്റ് എടുത്താൽ വരുന്ന 24 മണിക്കൂറിൽ എപ്പോൾ വേണമെങ്കിലും ഈ ബസ്സിൽ സഞ്ചരിക്കാം. ടിക്കറ്റ് എടുത്ത് ബസ്സിനുള്ളിലേക്ക് കയറി. ഇന്ന് എല്ലാ കേന്ദ്രങ്ങളിലും ഇറങ്ങുന്നില്ല. ബീച്ച് ഹെഡിൽ ബസ് ഇറങ്ങണം. അവിടെ നിന്നും മലമുകളിലൂടെ ബെല്ലോ ടൗട്ടിലെത്തണം. പിന്നെ 7 സിസ്റ്റേഴ്സിലെ ബെർലിൻ ഗ്യാപ്പ് കടൽത്തീരത്തേക്ക് പോകണം. വൈകുന്നേരം 5:30 ബസ്സിൽ മടക്കം. ഇതാണ് ഇന്നത്തെ പദ്ധതി. ഇപ്പോൾ സമയം 1 മണി. ബസ് പിയറിൽ നിന്നും പുറപ്പെടുകയാണ്. മുന്നിൽ കാണുന്നത് ഡോട്ടോ ട്രെയിനാണ്. ഈസ്റ്റ് ബോൺ നഗരത്തിന്റെ കടൽത്തീരത്തെ കാഴ്ചകളിലൂടെ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ മുൻപ് ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഡോട്ടോ ട്രെയിനിൽ നല്ല തിരക്കുണ്ട്. ആ വാഹനത്തെ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് മറ്റൊരു ട്രെയിൻ കടന്നു വരുന്നു. ഇതിലും ധാരാളം പേർ കയറിയിട്ടുണ്ട്. ഈസ്റ്റ് ബോൺ കടൽത്തീരത്ത് ജലക്രീഡകളിൽ ഏർപ്പെടുവാൻ ഇന്ന് ഒട്ടേറെ പേർ എത്തിയിട്ടുണ്ട്. ഇന്നാട്ടുകാർ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഇവിടെ ജോലി തേടിയെത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട്. വേനൽക്കാലത്ത് ബീച്ചുകളിലെ കുളിയും സൂര്യസ്നാനവും പാശ്ചാത്യരുടെ ഹരമാണ്. അവധിക്ക് ശേഷം സെപ്റ്റംബർ ആദ്യവാരം UK സ്കൂളുകളും കോളേജുകളും തുറക്കും. അതിനു മുമ്പ് കുട്ടികളുമൊത്ത് പരമാവധി സമയം ചിലവഴിക്കുവാൻ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ കൂടുതലായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയെല്ലാം പിന്നിട്ടാണ് ബസ് മുൻപോട്ട് നീങ്ങുന്നത്. സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിന്റെ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. 2010 മാർച്ച് 31 ഈ ദേശീയ ഉദ്യാനം നിലവിൽ വന്നത്. ഇംഗ്ലണ്ടിന് പടിഞ്ഞാറ് വിൻചെസ്റ്റർ മുതൽ കിഴക്ക് ഈസ്റ്റ് ബോൺ വരെ 1627 ചതുരശ്ര കിലോമീറ്ററാണ് പാർക്കിന്റെ വിസ്തൃതി. ഹാംഷെയർ, വെസ്റ്റ് സസക്സ്, ഈസ്റ്റ് സസക്സ് എന്നീ കൗണ്ടികളിലൂടെ 87 മൈൽ ഈ ഉദ്യാനം പരന്നു കിടക്കുന്നു. ചുണ്ണാമ്പ് മലകൾ, കളിമൺ പ്രദേശങ്ങൾ, കുന്നുകൾ, താഴ്വരകൾ, മനോഹര കടൽത്തീരങ്ങൾ, മരക്കൂട്ടങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ജനവാസം താരതമ്യേന കുറഞ്ഞ പ്രദേശമാണിത്. മനോഹരമായ ഇറ്റാലിയൻ ഗാർഡൻസിന് സമീപമാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ചാനലിനോട് ചേർന്ന ഇവിടുത്തെ ഓപ്പൺ എയർ തിയേറ്റർ പ്രസിദ്ധമാണ്. എല്ലാ വർഷവും വേനൽക്കാലത്ത് ഷേക്സ്പിയർ നാടകങ്ങൾ ഇവിടെ അരങ്ങേറും. 1922 തിയേറ്റർ ആരംഭിച്ചതിനു ശേഷം 2ാം ലോകമഹായുദ്ധ കാലത്തും കോവിഡ് മഹാമാരിയുടെ സമയത്തും ഒഴികെ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ ഷേക്സ്പിയർ ഡ്രാമകളുടെ പ്രദർശനം ഇവിടെ മുറതെറ്റാതെ നടക്കുന്നുണ്ട്. ഇക്കൊല്ലവും ഇതിന് മാറ്റമുണ്ടായില്ല. ഈ മുന്നിൽ കാണുന്നതാണ് സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിന്റെ കവാടം. ഇതുവഴി ബീച്ച് ഹെഡിലേക്ക് കാൽനടയായി പോകാം. ധാരാളം പേരാണ് ദിവസവും ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ വലതുവശത്തെ ഈസ്റ്റ് ബോൺ നഗരം ഇംഗ്ലീഷ് ചാനലിന്റെ ഓരം പറ്റി അങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് കാഴ്ച. ബീച്ച് ഹെഡിലെ വിശാലമായ പുൽമേട്ടിൽ ബസ് എത്തിയിരിക്കുന്നു. ചരിത്രത്തിൽ ഈ പ്രദേശത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. 1956-59 കാലത്ത് ഇവിടെ പരിവേഷണം നടത്തിയ ഗവേഷകർക്ക് ഒരു സ്ത്രീയുടെ അസ്ഥികൂടം ലഭിച്ചു. റോമൻ കാലഘട്ടത്തിൽ AD 125-നും 245-നും ഇടയിലുള്ള കാലപ്പഴക്കമാണ് ആ അസ്ഥികൂടത്തിനുണ്ടായിരുന്നത്. വിശദമായ പരിശോധനയിൽ സൈപ്രസ് ഭാഗത്തു നിന്നുള്ളവരുടെ ജനിതക ഘടകങ്ങളാണ് അതിൽ കണ്ടെത്തിയത്. അക്കാലത്ത് സൈപ്രസിൽ നിന്നും ഈ സ്ത്രീ ഇവിടെ എങ്ങനെ എത്തി എന്നത് ഇന്നും നിഗൂഢമാണ്. ബീച്ച് ഹെഡ് ലേഡി എന്നാണ് ഇവർ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ജനവാസത്തെക്കുറിച്ച് ലഭിച്ച ഏറ്റവും പഴയ അറിവും ഇതുതന്നെയാണ്. വിശാലമായ ഈ പുൽമേട്ടിലെ കായ്കനികൾ ഭക്ഷിച്ച് കടൽക്കാറ്റേറ്റ് അവരെങ്ങനെ കഴിഞ്ഞുവെന്നാണ് പൊതു അനുമാനം. ഞങ്ങൾ ബീച്ച് ഹെഡ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ കുറേയേറെ പേർ ബസ്സിലേക്ക് കയറി. അവരെല്ലാം 7 സിസ്റ്റേഴ്സ് ഭാഗത്തേക്ക് പോകുന്നവരാണ്. യാത്രക്കാരുമായി ബസ് മുൻപോട്ട് നീങ്ങി. റോഡരികിൽ 1-2 ചെറു റെസ്റ്റോറന്റുകളും ഹോട്ടലുകളുമുണ്ട്. വേനൽക്കാലത്ത് മാത്രമാണ് ഇവ മിക്കവാറും പ്രവർത്തിക്കുന്നത്. വിശാലമായ പുൽമേടുകളാണ് കാഴ്ചയിലേക്ക് എത്തുന്നത്. സൗത്ത് ഡൗൺ ദേശീയ ഉദ്യാനത്തിന്റെ മനോഹാരിത ഇവിടെ നിന്നാൽ ഏറെക്കുറെ മനസ്സിലാക്കാം. ആ കാഴ്ചകളിലൂടെ ചുണ്ണാമ്പ് മലയിലേക്ക് കയറി തുടങ്ങി. മലയുടെ എതിർവശത്തെ നീല നിറത്തിൽ ഇംഗ്ലീഷ് ചാനൽ അങ്ങനെ പരന്നു കിടക്കുന്നു. ഇതിന്റെ മറുകരയിലാണ് ഫ്രാൻസ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ 2 തത്വചിന്തകരെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കമ്മ്യൂണിസം എന്ന ആശയത്തിന് വിത്തുപാകിയ കാറൽ മാർക്സും ഫെഡറൽ എംഗൽസുമാണ് ആ 2 പേർ. ഇതാ ആ കാണുന്ന ലൈറ്റ് ഹൗസിൽ നിന്നും സുമാർ 2 മൈൽ അകലെ ഈ കടലിലാണ് ഫെഡറിക് എംഗൽസിന്റെ ചിതാഭസ്മം ഒഴുക്കിയത്.
1895 ഓഗസ്റ്റ് 27 കാറൽ മാർക്സിന്റെ ഇളയ മകൾ എലീനർ മാക്സ്, എഡ്വേർഡ് അവലിങ്ക്, എഡ്വേർഡ് ബെർണസ്റ്റർ, ഫെഡറിക് ലെസ്നർ എന്നിവർ ചേർന്നാണ് ഈ കർമ്മം നിർവഹിച്ചത്. കടുത്ത നിരീശ്വരവാദിയായ എംഗൽസ് ഇങ്ങനെയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത് അത്ഭുതകരമായി തോന്നാം. എന്നാൽ അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഈസ്റ്റ്ബോൺ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ട കടലോര താമസ കേന്ദ്രമായിരുന്നു. നിരവധി തവണ ഈ നഗരത്തിൽ എംഗൽസ് താമസിച്ചു. ഈസ്റ്റ്ബോൺ പിയറിന് സമീപമുള്ള റീജൻസി വില്ല എന്ന ചെറു ഹോട്ടലിൽ എംഗൽസ് സ്ഥിരമായി താമസിച്ചതായി രേഖകളിൽ കാണുന്നു. ഇവിടുത്തെ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ എംഗൽസ് ഇൻ ഈസ്റ്റ്ബോൺ എന്നൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ബ്രൈറ്റന്റെ സൈറ്റിൽ എംഗൽസ് ഇൻ ഈസ്റ്റ്ബോൺ എന്നൊരു ലേഖനവും ഇക്കാര്യം അടിവരയിടുന്നുണ്ട്. 1881 വേനൽക്കാലത്ത് തന്റെ പ്രിയ സുഹൃത്ത് കാറൽ മാർക്സിനെ അദ്ദേഹം ഈസ്റ്റ്ബോണിലേക്ക് ക്ഷണിച്ചു. ഇത് സ്വീകരിച്ച മാർക്സ് ടെർമിനസ് റോഡിൽ ഇപ്പോൾ എഡിൻബറോ വൂളൻ മിൽസ് ഷോപ്പ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ താമസത്തിനെത്തി. അക്കാലത്ത് ഇവിടം ഒരു ലോഡ്ജായിരുന്നു. മാർക്സും കുടുംബവും ഏറ്റവും അവസാനം ആഘോഷിച്ച അവധിക്കാലമായിരുന്നു അത്. ആ വർഷം ഡിസംബർ 2 അദ്ദേഹത്തിന്റെ ഭാര്യ ജെന്നി മരിച്ചത്. ഈസ്റ്റ്ബോണിൽ താമസിച്ച എല്ലാ ദിവസവും രാവിലെ ബീച്ച് ഹെഡിലേക്ക് മാർക്സിനൊപ്പം എംഗൽസ് യാത്ര ചെയ്തിരുന്നു. സജീവമായ ചർച്ചകൾക്ക് അവരിരുവരും വേദിയാക്കിയത് ഈ മലഞ്ചെരിവാണ്. ഇവിടെ നടത്തിയ ചർച്ചകളുടെ പൊതു ആശയങ്ങളും കൂട്ടിച്ചേർത്താണ് 1885 1894 മൂലധനത്തിന്റെ 2-3 വോളിയങ്ങൾ മാർക്സ് പുറത്തിറക്കിയത്. 1871 ജൂണിൽ വിഖ്യാതമായ പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് മാർക്സ് പ്രസിദ്ധീകരിച്ച 35 പേജുള്ള പുസ്തകം ഈസ്റ്റ്ബോൺ താമസകാലത്തെ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. 1883 വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെക്കുറിച്ച് എംഗൽസ് എഴുതിയ ഡയലക്റ്റിക് ഓഫ് ദ നേച്ചർ, നരവംശാസ്ത്രത്തെ അധികരിച്ച് 1884 എഴുതിയ ദ ഒറിജിൻ ഓഫ് ദ ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങൾ ബീച്ചുകളുടെ ചർച്ചകളുടെ ഉപോൽപ്പന്നമാണ്. ഈ ഓർമ്മകളാകാം തന്റെ മരണശേഷം ചിതാഭസ്മം ഈ മലഞ്ചെരിവിൽ നിന്നും കടലിലേക്ക് ഒഴുക്കണമെന്ന് ആ ഭൗതികവാദിയിൽ ആഗ്രഹം ജനിപ്പിച്ചത്. ലണ്ടനിലെ ഹെറിറ്റേജ് സെമിത്തേരിയിൽ കാറൽ മാർക്സിന്റെ ശവകുടീരം കണ്ടുമടങ്ങുന്നവർ എംഗൽസിന്റെ ശവകുടീരം എവിടെയെന്ന് അന്വേഷിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഈ മലഞ്ചെരിവ്. ആർക്കും പൂക്കളർപ്പിക്കുവാൻ അവസരം നൽകാതെ ആ ഭൗതികവാദി ഇംഗ്ലീഷ് ചാനലിന്റെ ജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. മലനിരകളിലൂടെ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. ഇതാ ഇവിടെ ഒരു ശിലാഫലകം. മാർബിളിൽ ഒരു ബൈബിൾ വചനമാണ് കുത്തിവച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ സങ്കീർത്തനം 93:4. സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയർന്ന തിരമാലകളെക്കാൾ കർത്താവ് ശക്തനാണ്. 2 ഭൗതികവാദികളുടെ കഥ പറയുന്ന അതേ സ്ഥലത്ത് ഇതാ ഒരു ആത്മീയ വചനം. വിരുദ്ധ ആഹാരങ്ങൾ ഒരുമിച്ച് രുചിച്ച സംതൃപ്തിയോടെ ഞാൻ നടത്തം തുടർന്നു. ഈ മലയുടെ ഓരത്ത് ചോക്കുപാറയുടെ കാഴ്ച കാണുമ്പോഴാണ് എത്ര അപകടം നിറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്നത്. കാലൽപ്പം തെറ്റിയാൽ കഥ കഴിഞ്ഞു. അതിനാൽ പലയിടത്തും കയർ ഉപയോഗിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നടന്നുമെടുത്ത പലരും പുൽമേട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. കടൽക്കാറ്റേറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമാണ്. എനിക്ക് അതിനുള്ള സമയമില്ല. അങ്ങ് ദൂരെ കാണുന്ന ആ ടവറിന് സമീപത്തേക്ക് നടന്നെത്തണം. മല കയറി ധാരാളം പേർ ഇവിടേക്ക് വരുന്നത് കാണാം. അവരെല്ലാം 7 സിസ്റ്റേഴ്സ് മലനിരകൾ കടന്ന് ബീച്ച് ഹെഡിലൂടെ ഈസ്റ്റ് ബോണിലേക്ക് പോകുന്നവരാണ്. വാഹനങ്ങൾ ഒഴിവാക്കി മനസ്സിനെ ശാന്തമാക്കി പുൽമേട്ടിലൂടെ കടൽക്കാറ്റേറ്റുള്ള നടത്തം. ജീവിതം ജോലി ചെയ്തും ടെൻഷൻ അടിച്ചും തീർക്കാനുള്ളതല്ല, അത് ആഘോഷത്തിനു കൂടിയുള്ളതാണെന്ന് ഇവരെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ ലോകപ്രശസ്തരായ പലരും നമ്മെ കടന്നുപോയിട്ടുണ്ടാകാം. കുട്ടികളും യുവാക്കളും മാത്രമല്ല, ജീവിത സായാഹ്നത്തിലെത്തിയവരും ഈ യാത്രയുടെ ഭാഗമാണ്. ഇതാ മധ്യവയസ്സ് പിന്നിട്ട ഈ ദമ്പതികളുടെ സാഹസം കാണൂ. തനിയെ നടന്ന് കയറാൻ പെടാപ്പാട് പെടുന്ന മലമുകളിലൂടെ സൈക്കിൾ തള്ളിയാണ് യാത്ര. ഇനി 2 കിലോമീറ്ററിലേറെ സൈക്കിൾ ഉന്തിയാൽ മാത്രമേ നിരപ്പായ സ്ഥലമെത്തൂ. ഇവരുടെ ഉത്സാഹം കാണുമ്പോൾ ഇവർക്കിതൊന്നും പ്രശ്നമേ അല്ലെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ കാണുന്ന ബെല്ലട്ടൗ ടവറാണ് എന്റെ ലക്ഷ്യം. കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും പിന്നിട്ട് അവിടെ എത്തണം. പിന്നിട്ട വഴികളിലേക്ക് നോക്കുമ്പോൾ കൂടെയുള്ളവരെ കാണാനില്ല. ഫോൺ വിളിച്ചപ്പോൾ അവരെല്ലാം അല്പസമയത്തെ വിശ്രമത്തിനു ശേഷം നടത്തം പുനരാരംഭിച്ചതേ ഉള്ളൂ. അവരെ കാത്തു നിൽക്കാതെ നേരെ ടവറിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോവുകയാണ്. ദൂരെ കടലിലൂടെ ചെറു ജലവാഹനങ്ങൾ പോകുന്നത് കാണാം. ഈ പ്രദേശത്തിന്റെ ഭംഗി ഓളപ്പരപ്പിലിരുന്ന് ആസ്വദിക്കുന്നവരാണ്. കരയിലും കടലിലും ധാരാളം സഞ്ചാരികൾ. ഈ പ്രദേശത്തെ ടൂറിസം വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയവരുടെ ദീർഘവീക്ഷണം പ്രശംസനീയം തന്നെ. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ മാത്രമേ ഇവിടെ സഞ്ചാരികൾ എത്തൂ. ശൈത്യകാലത്ത് പല അവസരങ്ങളിലും മഞ്ഞു മൂടിപ്പോകുന്ന പ്രദേശമാണ്. ആ വൈതരണികളെല്ലാം തരണം ചെയ്ത് പ്രകൃതിയെ സംരക്ഷിച്ച് യാത്രികർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയുള്ള പദ്ധതികൾ. മലമുകളിലെ ചെറുവഴികളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇതിലെല്ലാം സഞ്ചാരികളാണ്. റോഡിലേക്ക് നോക്കിയിരുന്ന് ചിലർ വെയിൽ കായുന്നു. തൊട്ടപ്പുറത്തെ പുൽമേട്ടിൽ കന്നുകാലികൾ മേയുന്നു. കുന്നുകയറി ക്ലിഫിന് മുനമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചുണ്ണാമ്പ് പാറയുടെ വിള്ളൽ ശരിക്കും കാണാം. കാലക്രമത്തിൽ ഈ ടവർ നിൽക്കുന്ന ഭാഗം പോലും അപകടത്തിലാകുമെന്ന് തോന്നുന്നു.
ഈ ടവറിന് കുറഞ്ഞത് 200 വർഷത്തെ പഴക്കമുണ്ട്. 360 ഡിഗ്രിയിൽ ഈ പ്രദേശത്തിന്റെ മനോഹര കാഴ്ച ഇവിടെ നിന്നാൽ കാണാം. പ്രഭാത ഭക്ഷണത്തോടെ ഇവിടെ താമസ സൗകര്യം ലഭ്യമാണ്. ഈ പരിസരത്തെ ഒരു കിയോസ്കും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ എത്തിയവരിൽ ഭൂരിപക്ഷം പേരും ജപ്പാൻകാരാണെന്ന് തോന്നുന്നു. ടവറിന്റെ മറുവശത്തെത്തുമ്പോൾ കാഴ്ചകൾക്ക് കൂടുതൽ ചാരുതയുണ്ട്. ദൂരെ വെയിൽ ചായുകയാണ്. ഇംഗ്ലീഷ് ചാനലിന്റെ വെള്ളത്തിൽ സൂര്യന്റെ പ്രതിബിംബം തീർക്കുന്ന കലാസൃഷ്ടിയെ നോക്കി നിന്നാൽ സമയം പോകുന്നത് അറിയില്ല. ഈ മലനിരകൾ ഹാരി പോട്ടർ സീരീസിലെ ഹാരി പോട്ടർ ആൻഡ് ദ ഗോബറ്റ് ഓഫ് ഫയർ എന്ന ചിത്രത്തിന്റെ ഒരു സുപ്രധാന ലൊക്കേഷനായിരുന്നു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് 7 നിർദ്ദേശിച്ച വാൾപേപ്പറുകളിൽ ഒരെണ്ണം ഇവിടെ നിന്നുള്ള 7 സിസ്റ്റേഴ്സ് മലനിരകളുടെ കാഴ്ചയാണ്. ടവറിന് സമീപത്ത് നിന്ന് താഴേക്ക് പോവുകയാണ്. ഇനി ബെർലിൻ ഗ്യാപ്പിലേക്കാണ് എത്തേണ്ടത്. അടിവാരത്തു നിന്നും വീണ്ടും ബസ് കയറണം. കൂടെയുള്ളവർ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ടവറിന് സമീപം ധാരാളം പേർ ബസ് കാത്തിരിക്കുന്നു. ബെർലിൻ ഗ്യാപ്പിലേക്കുള്ള ബസ് യാത്രയിലാണ്. ഇറങ്ങുവാനും കയറുവാനും ധാരാളം പേർ ഉണ്ടായിരുന്നതിനാൽ ബസ് കയറുമ്പോൾ ചിത്രീകരണം വേണ്ടെന്ന് വെച്ചു. 5 മിനിറ്റിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇവിടെയും ബസ്സിലേക്ക് കയറുവാനും ഇറങ്ങുവാനും നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ പാർക്കിംഗ് യാർഡിലെ വാഹനങ്ങളുടെ എണ്ണം കാണുമ്പോൾ ബീച്ചിലെ തിരക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാറുകൾ മാത്രമല്ല, വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലും സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് യാർഡിന്റെ സമീപത്തെ മലനിരകളിൽ നിന്നും ധാരാളം പേർ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണ വൈവിധ്യമുള്ള ഒരു റെസ്റ്റോറന്റും ഇവിടെയുണ്ട്. ഐസ്ക്രീമും ലഘുപാനീയങ്ങളും ലഭിക്കുന്ന കടകളും കാണുന്നു. ഇതെല്ലാം ആസ്വദിച്ച് അല്പം വിശ്രമിച്ച ശേഷമാണ് എല്ലാവരും കാഴ്ചകളിലേക്ക് വീണ്ടും പോകുന്നത്. നേരം 4:30 കഴിഞ്ഞിരിക്കുന്നു. 5:30 ബസ്സിൽ തിരികെ പോകണം. അതിനാൽ ബീച്ചിലേക്ക് വേഗം നടന്നു. ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നും താഴേക്ക് ഇറങ്ങി വേണം ബീച്ചിലെത്താൻ. കുത്തനെയുള്ള കയറ്റിറക്കം ഒഴിവാക്കാൻ 3 നിലകളായാണ് പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചിരിക്കുന്നത്. ബീച്ചിൽ ആളുകൾ കുറഞ്ഞു വരികയാണ്. പകലത്തെ ആഘോഷത്തിനു ശേഷം ജനം തിരിച്ചു പോകുന്ന സമയമാണിത്. എങ്കിലും ജലക്രീഡകളിൽ ഏർപ്പെടുന്ന ധാരാളം പേരെ ഇവിടെ കാണാം. ഇത്തരം ഉരുളൻ കല്ലുകളാണ് ബീച്ചിൽ ആകമാനം കാണുന്നത്. മണലിന്റെ സാന്നിധ്യം തീരെയില്ല. ഉരുളൻ കല്ലുകളുടെ മുകളിലൂടെ ചെരുപ്പിടാതെ നടക്കാൻ അല്പം പ്രയാസമാണ്. ഇതാണ് ഇവിടേക്ക് ഇറങ്ങുവാനുള്ള പ്ലാറ്റ്ഫോമിന്റെ ഘടന. ഈ സംവിധാനം വരും മുമ്പേ ഈ ബീച്ചിലേക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ഈ ഗോവണി ഒരുക്കിയതിനു ശേഷം ഈ മലനിരകളിലെ മുഖ്യ ആകർഷണ കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുന്നു. ബീച്ചിൽ നിന്നും മടങ്ങുകയാണ്. ഈ കാഴ്ച നമ്മുടെ നാട്ടിലെ പഴയ STD ബൂത്തിന്റെ ഓർമ്മയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. റോയൽ മെയിൽ കമ്പനിയുടെ ഈ ടെലിഫോൺ ബൂത്ത് ഇന്നും പ്രവർത്തന സജ്ജമാണ്. ടവറിന് സമീപത്തെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. മടക്കയാത്രയ്ക്കായി നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ് എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ ആളുകളൊന്നും ബസ്സിലില്ല. മുകൾ ഭാഗത്തെ സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു. ഇനിയുള്ള ചിത്രീകരണം ഇവിടെ ഇരുന്നാകാമെന്ന് തീരുമാനിച്ചു. അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി പുൽമേടുകളുടെ നടുവിലൂടെ മടക്കയാത്ര. സസക്സിന്റെ മുഖമുദ്രയായ സീഗുള്ളുകളാണ് ആകാശത്തുകൂടി പറന്നു പോകുന്നത്. ഇവിടെ ഇതാ ചെമ്മരിയാടുകൾ മേയുന്ന ഒരു പ്രദേശം. അവിടം കടന്ന് ഈസ്റ്റ് ഡീനിലെ ജനവാസ കേന്ദ്രത്തിലൂടെയാണ് ബസ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഒരു പള്ളിയും അതിനു ചുറ്റുമുള്ള സെമിത്തേരിയും കടന്ന് ഈസ്റ്റ് ഡീൻ ഗ്രാമത്തിലെ ഗിൽബേർട്സ് ഡ്രൈവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ദേശീയോദ്യാനത്തിനുള്ളിലെ മനോഹരമായ ഗ്രാമം പിന്നിട്ട് വീണ്ടും പുൽമേടിലേക്ക് കടക്കുകയാണ്. ഹരിതാഭയുടെ ഹഠാത് ആകർഷിക്കുന്ന പുൽമേട് പിന്നിടുമ്പോൾ അങ്ങകലെ സൂര്യൻ ചക്രവാളത്തിലേക്ക് താഴുന്നു. ഇനി ഒരിക്കൽ കൂടി ഇവിടേക്ക് എത്തിച്ചേരണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് മടങ്ങുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. സൈൻ ഔട്ട്, സുനീഷ് ഡാൻ തോമസ്.